നമസ്കാരം. കേരളത്തിൽ പുതിയ നിയമസഭ മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ നിലവിൽ വന്നു. പക്ഷേ കടത്തിൽ മുങ്ങി നിൽക്കുന്ന താണു നിൽക്കുന്ന ഒരു തറവാടിലേക്കാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് ആദ്യത്തെ മാസങ്ങളൊക്കെ വർഷങ്ങളൊക്കെ വളരെ പ്രയാസകരമായിരിക്കും. ഈ കടങ്ങളൊക്കെ തീർക്കണം, കടക്കണിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ രക്ഷിക്കണം. അതുകൊണ്ട് ഈ ആദ്യത്തെ പ്രൗഢി ആയിരിക്കില്ല, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല ഇനിയുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം വി.ഡി. സതീശിനെയും മന്ത്രിമാരെയും അതുപോലെ മന്ത്രിസഭയൊക്കെ കാത്തിരിക്കുന്നത് ഈ കടങ്ങൾ എങ്ങനെ തീർക്കും, ഇവിടുത്തെ ദാരിദ്ര്യം എങ്ങനെ മാറ്റും, ഡെവലപ്മെൻറ്റുകൾ എങ്ങനെ കൊണ്ടുവരും എന്നുള്ള കുറേ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവർ ഈ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് മുഖം മാറ്റി നിർത്തി സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുഖം മറച്ച് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നിലേക്കും കടക്കാൻ പറ്റുകയില്ല. അവരുമായി ചേർന്ന് വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കട്ടെ. നമ്മുടെ നാട് ഒരു വികസനത്തിലേക്ക് പോകട്ടെ. വികസനം മാത്രം പോരല്ലോ, ഇവിടുത്തെ കൃഷി വേണം. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾ വല്ല നാട്ടിലും ചെന്ന് അവിടെ ഒരു രണ്ടാം തരം പൗരന്മാരായിട്ട് അവിടെ കൊലവരിയപ്പെടുകയും മർദ്ദനമേൽക്കുകയും ചെയ്യുന്നതിനേക്കാൾ ഇവിടെ വികസനങ്ങളുണ്ടെങ്കിൽ, ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് എത്രയധികം സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റും. അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കൂ. വി.ഡി. സതീശനും വരുന്ന ഗവൺമെൻറ്റും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാക്സിമം ചെയ്യണം. സ്വന്തം കീശ നിറയ്ക്കാനല്ല നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ് പോയി കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ധൈര്യപൂർവ്വം വെളിയിലിറങ്ങാൻ, നമ്മുടെ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം വെളിയിലിറങ്ങാനായിട്ട് അവർക്കുള്ള പ്രൊട്ടക്ഷൻ നൽകുക. അതുപോലെ തന്നെ പോലീസിനെ ഒരു ഗുണ്ടാസംഘമായി മാറ്റാതെ അവരെ ജനമൈത്രി പോലീസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ആർക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകാൻ പറ്റുന്ന രീതിയിൽ അവിടെ കണ്ണുമുഴപ്പിച്ചുകൊണ്ട് മീശ പിരിക്കുന്ന പോലീസുകാരെ അല്ല നമുക്ക് ആവശ്യം. നമുക്കിവിടെ ആവശ്യം ജനമൈത്രി പോലീസുകാരെയാണ്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ അവിടെ ചെല്ലുന്നവരോടും അതുപോലെ ഒരു സമരമൊക്കെ ഉണ്ടാവും അല്ലേ. അവരോട് മർദ്ദനമുറയും മൂന്നാം മുറയും അല്ല എടുക്കേണ്ടത്. അവർക്ക് മാക്സിമം അവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പ്രതിപക്ഷത്തിൻ്റെയും കാര്യങ്ങൾ കേൾക്കുക. പ്രതിപക്ഷം എന്താണ് പറയുന്നത്, ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കേട്ടിട്ട് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. നമ്മുടെ സംസ്ഥാനം ഇനിയെങ്കിലും ഒന്ന് ഡെവലപ്ഡ് ആകട്ടെ. പിന്നെ മിനി പാകിസ്ഥാൻ ആക്കാതെ നമ്മുടെ സംസ്ഥാനം എല്ലാ മതക്കാർക്കും ഒരുപോലെ അവരവരുടെ ആരാധനാലയങ്ങളിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നമുക്കൊരു മതസൗഹാർദ്ദം വരട്ടെ. അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെ മോസ്കുകളിലും ഒരുപോലത്തെ സ്വാതന്ത്ര്യം, അതുപോലെ ഒരുമിച്ചിരുന്ന് ഒരു മേശയുടെ ചുറ്റും ഒരുമിച്ചിരുന്ന് ഈ മൂന്ന് മതക്കാർക്കും സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളെ ഇവിടെയുള്ളൂ. അതല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോകാതിരിക്കുക. രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കാതിരിക്കുക. വി.ഡി. സതീശന് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങ് അവിടുന്ന് ഈ നമ്മുടെ നാടിനെ നന്നാക്കും. അവിടുന്ന് എന്നുള്ള വാക്ക് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അത് രാജകീയ ഭരണത്തിൽ പറയുന്നതാണ്. അങ്ങ് ഇവിടുത്തെ നാടിനെ നന്നാക്കും. അങ്ങയുടെ മന്ത്രിസഭയിലുള്ളവരെല്ലാവരും എഡ്യൂക്കേറ്റഡാണ്, അവർ നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ, കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ വേണ്ടത് ചോദിച്ചു വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുക. അല്ലാതെ വീണ്ടും കടത്തിൻ്റെ പടുകുഴിയിലേക്കല്ല തള്ളിയിടേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ, വയനാടിലെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അന്ന് പ്രളയമുണ്ടായപ്പോൾ അവരെ മാറ്റി താമസിപ്പിച്ച് അവർക്ക് വേണ്ടി വെച്ചു കൊടുക്കാത്ത വീടുകൾക്കൊക്കെ ചോർച്ചയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടണം. ഇപ്പം 100% ലിറ്ററസി റേറ്റ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നും ടെക്നിക്കലായിട്ട് കുട്ടികൾ പഠിക്കുന്നില്ല. സ്കിൽഡ് എഡ്യൂക്കേഷൻ ഇവിടെ കുറവാണ്. അപ്പോൾ സ്കിൽഡ് എഡ്യൂക്കേഷൻ നമ്മളത് ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് വരികയുള്ളൂ. അതിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യുക. മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ റോഡുകളൊക്കെ കുണ്ടും കുഴിയും ഒക്കെ മാറ്റി നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുകളാക്കുക. അതുപോലെ തന്നെ കുടിവെള്ളം, നല്ല ഭക്ഷണം, ഇതൊക്കെ നിങ്ങൾ ഉറപ്പ് ചെയ്യുക. ചികിത്സാ രീതികൾ ഇനിയെങ്കിലും ഈ ഹെൽത്ത് സെൻ്ററുകളിലും, അതായത് പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളിലും മറ്റുമൊക്കെ ഡോക്ടർമാരെ രോഗികൾ കൈകാര്യം ചെയ്യുന്നത് മാറ്റുക. അവിടെയൊക്കെ വേണ്ട സെക്യൂരിറ്റി സംവിധാനം ഒരുക്കുക. നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ, നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളുമൊക്കെ അവർക്ക് ആവശ്യമുള്ള ഡയഗ്നോസ്റ്റിക് സാധനങ്ങളും അതുപോലെയുള്ള മരുന്നുകളും അതുപോലെയുള്ള ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയും എല്ലാം ഉണ്ടാക്കുക. ഡോക്ടർമാർക്ക് ജോലി കൊടുക്കുക.
അതുപോലെ തന്നെ നമ്മുടെ എൻജിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ആ സർവീസസ്, അവരുടെ ടെക്നോളജി, അവർ പഠിച്ച സ്കില്ലുകൾ ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ രാജ്യം ഒരു പർദീസയായിട്ട് മാറട്ടെ, ഗോഡ്സ് ഓൺ കൺട്രിയായിട്ട് ഉടനെ മാറിയില്ലെങ്കിൽ പോലും ഈ 5 വർഷത്തിനിടയിൽ ഗോഡ്സ് ഓൺ കൺട്രിയായിട്ട് നമ്മുടെ കേരളത്തിനെ മാറ്റാൻ പറ്റട്ടെ. അല്ല, സാത്താൻ്റെ കൺട്രിയിൽ നിന്നും ഗോഡ്സ് ഓൺ കൺട്രിയായിട്ട് മാറ്റാനുള്ള ഒരു ഒരുക്കം നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ BJPയും നല്ല പ്രതിപക്ഷമായിട്ട് നിന്ന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുക. ഇല്ലാതെ തമ്മിലടിക്കുകയല്ല വേണ്ടത്. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയല്ല ചെയ്യേണ്ടത്.